തഹാവൂർ റാണയെ കൈമാറുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യയുടെ നയതന്ത്ര വിജയം കൂടിയാണ്. ആരാണ് തഹാവൂർ റാണ എന്ന് പരിശോധിക്കാം. 2008 നവംബർ 26-ന് 166 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിൽ ഇന്ത്യ തേടുന്ന കൊടും കുറ്റവാളിയാണ് തഹാവൂർ റാണ. പാക് ഭീകര സംഘടനകൾക്ക് വേണ്ടി മുംബൈയിൽ ഭീകരാക്രമണം നടത്താൻ സുഹൃത്തും US പൌരനുമായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്കൊപ്പം ഗൂഢാലോചന നടത്തിയതിനാണ് റാണ ഇന്ത്യയിൽ നിയമ നടപടി നേരിടുന്നത്. പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര ശൃംഖലയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ 2009 ചിക്കാഗോയിൽ വച്ച് റാണ അറസ്റ്റിലായിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിന് ഉത്തരവാദിയായ ഭീകര സംഘടനയായ ലഷ്കർ-ഇ തൊയ്ബയെ പിന്തുണച്ചതിന് FBI-യും റാണയ്ക്കെതിരെ കുറ്റം ചുമത്തി. ലഷ്കർ-ഇ തൊയ്ബയെ സഹായിച്ചതിന് US-ൽ റാണ ശിക്ഷിക്കപ്പെട്ടു. പക്ഷേ മുംബൈ ഭീകരാക്രമണത്തിൽ നേരിട്ടുള്ള പങ്കാളിത്തത്തിൽ നിന്ന് റാണയെ കുറ്റവിമുക്തനാക്കിയിരുന്നു. എന്നാൽ ആക്രമണങ്ങളുടെ രഹസ്യവിവരങ്ങൾ ശേഖരിക്കുന്നതിൽ പ്രധാന ഗൂഢാലോചനക്കാരിലൊരാളായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ സഹായിച്ചതായി ആരോപിച്ച് US-ൽ നിന്ന് റാണയെ ലഭിക്കുന്നതിനായി ഇന്ത്യ ശ്രമിച്ചു വരികയായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭീകരമായ ആക്രമണങ്ങളിലൊന്നായിരുന്നു 2008-ലെ മുംബൈ ഭീകരാക്രമണം. ആക്രമണങ്ങളുടെ പ്രധാന ഗൂഢാലോചനക്കാരിൽ ഒരാളായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് റാണ ലോജിസ്റ്റിക് പിന്തുണ നൽകിയതായാണ് റിപ്പോർട്ട്. റാണയും ഹെഡ്ലിയും ഒരുമിച്ച് പ്രവർത്തിച്ചതായും ബിസിനസ് യാത്രകളുടെ മറവിൽ ഹെഡ്ലി മുംബൈയിൽ രഹസ്യാന്വേഷണ ദൌത്യങ്ങൾ നടത്തിയതായും ആരോപിക്കപ്പെടുന്നു. ആക്രമണങ്ങൾക്ക് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റാണ ഇന്ത്യ സന്ദർശിച്ചിരുന്നതായും റിപ്പോർട്ടുണ്ട്. റാണ നിലവിൽ ലോസ് ഏഞ്ചൽസിലെ ഒരു മെട്രോപൊളിറ്റൻ തടങ്കൽ കേന്ദ്രത്തിലാണ്. 2013-ൽ 14 വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടതിന് ശേഷം റാണ തന്റെ ശിക്ഷ പൂർത്തിയാക്കിയിരുന്നുവെങ്കിലും കൈമാറണമെന്ന് ഇന്ത്യ അഭ്യർത്ഥിച്ചിരുന്നതിനാൽ റാണ തടങ്കലിൽ തന്നെ തുടരുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.